കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത്? ആദ്യമായിട്ട് മണ്ഡല വർക്കല, ചിറയൻകീഴ്, കോട്ടയമല്ലേ, ആറ്റിങ്ങൽ മണ്ഡലം, തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നക്ഷത്ര ആംബുലൻസ് സർവീസാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷനിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. കടക്കാവൂർ, ചിറയൻകീഴ്, വക്കം, അഞ്ചുതെങ്ങ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസാണ്. അത്യാവശ്യ സർവീസ് എപ്പോൾ നമ്മൾ വിളിച്ചാലും നമ്മളെ വെളിപ്പുറത്തെത്തുന്ന ഒരു സർവീസാണ് നക്ഷത്ര ആംബുലൻസ് സർവീസ്. മൊബൈൽ മോർച്ചറി ഉൾപ്പെടെ അവിടെ അവൈലബിൾ ആണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത്? ആദ്യമായിട്ട് നടന്ന അറിഞ്ഞൂടാ. പിടുത്തം കിട്ടുന്നില്ല. അത് 58-ലാണ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴേ നടന്ന് 28 മാസത്തെ ഭരണത്തിനിടയ്ക്ക് ഇന്ദിരാഗാന്ധി വന്ന് സ്ഥലം വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. 58-ലാണെന്ന് ഒരു ഉറപ്പുണ്ട്. ഉറപ്പാണത്. അറിയാമോ? സ്ഥലം അറിഞ്ഞൂടാ. അതിന് പഴയ കാലത്തെ പേപ്പർ എൻ്റെ ഉണ്ട്, അത് നോക്കിയാലേ അറിയാവൂ. അപ്പോൾ എന്തായാലും മറ്റൊരവസരത്തിൽ ഇതിലും മനോഹരമായിട്ടുള്ളൊരു സമ്മാനം നേടാം. നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. മൊബൈൽ മോർച്ചറി സർവീസുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നക്ഷത്ര ആംബുലൻസ് സർവീസ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരള ചരിത്രത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത്? കൊല്ലം. 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 ഉറപ്പാണ്? ആ. അല്ല. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത്? എങ്ങനെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം? ഇപ്പോൾ സൗദിയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. തൊട്ടടുത്ത മണ്ഡലമാണോ? മണ്ഡല വർക്കല അല്ലേ? ചിറയൻകീഴ്. അല്ല. നൗഷാദാക ഏതാണ്? കോട്ടയമല്ലേ? കോട്ടയം അല്ല, കോട്ടയമല്ല. മറ്റൊരു മണ്ഡലമാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയുമോ നോക്കാം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത്? അത് അങ്ങോട്ടേ അവിടെ ചോദിച്ചാൽ മതി. എങ്കിൽ ഇവിടെ ചോദിക്കാം. അതെനിക്കറിയില്ല, എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓർമ്മയില്ല, അറിയില്ല. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത്? അറിയില്ല, ഓർമ്മയില്ല. ഓർമ്മയില്ല. എനിക്ക് പൊളിറ്റിക്സ് അറിയത്തില്ല കേട്ടോ. ഞാൻ ഗൾഫിലായിരുന്നു. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഒരു മാസമായുള്ളൂ വണ്ടി. അപ്പോൾ ഞങ്ങളുടെ കൈവശം നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ കടക്കാവൂർ കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. വക്കം, കടക്കാവൂർ, ചിറയൻകീഴ്, അഞ്ചുതെങ്ങ്, മണമ്പൂർ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അവരുടെ സേവനം എപ്പോഴും ലഭ്യമാണ്. മൊബൈൽ മോർച്ചറി സർവീസ് എല്ലാം ഉണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത്? കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ മണ്ഡലം ഏത്? ആദ്യമായിട്ടാ? നമ്മളെ കേരളം പിറന്നതിന് ശേഷം 1956 പിറന്നു. 57 ഫസ്റ്റ് ഇലക്ഷൻ നടന്നു. അതിനുശേഷം വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് നടന്നു. ഇവിടെ തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം അല്ല. തിരുവനന്തപുരം അല്ല. ആ മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം മണ്ഡലമാണ്. 1957 റോസമ്മ പുന്നൂസും മറ്റൊരാളും കൂടെ ദ്വയാംഗ മണ്ഡലമായിരുന്നു. അതിനുശേഷം അത് നിയമപരമായി പോയതിനു ശേഷം 1958 വീണ്ടും അവിടെ റീ എലക്ഷൻ നടന്നു. റോസമ്മ പുന്നൂസ് വിജയിക്കുകയും ചെയ്തു. ഈ റോസമ്മ പുന്നൂസാണ് ആദ്യമായി കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ MLA ആയി ചുമതലയേറ്റത്. പിന്നീട് അവർ ബൈ ഇലക്ഷൻ നടന്ന്
അവർ വീണ്ടും വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫൽ ഗാന്ധി മുക്കിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.